ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും ഫിറോസ് അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. നിനക്കെന്തോ ഒരുപാട് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞില്ല, ഇപ്പൊ പറയാനാ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. നല്ലൊരു വീടാ, വളരെ നല്ലൊരു വീടാ. അത് നല്ല വീടാ. ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. നാട്ടുകാരുടെ പിന്നിൽ നമ്മുടെ തറവാടിന്റെ മാനം തിരിച്ചു പിടിക്കണം. അതിനെന്താ ഒരു വഴി? ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തോട്ട്. അവരുടെ ഒന്നും ഉത്തരവാദിത്വം പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില വലിയ കോടാലി ആയല്ലോ. അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും. ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്നത് നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ അത് നമ്മുടെ ഉള്ള കാര്യമാണ്. സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വ. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു സംഭവമാ, നീ സെറ്റപ്പാ, നീ മഹാനാ. എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്ത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പൊ ഇവിടെ ആണ്. എന്റെ ഓർക്കം പോയി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.